ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. അപ്പോൾ ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി നമ്മൾ ജനറൽ സർവീസിനായിട്ട് വന്നതാണ് ഉണ്ടാവുക. നിലവിൽ 27,000 കിലോമീറ്റർ ഇപ്പോൾ നിലവിൽ ഓടിയിട്ടുണ്ട് വണ്ടി. നമുക്കതിൻ്റെ ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്കപ്പ്, അതേപോലെ ഫ്രണ്ട് ടയർ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിടണം. വാട്ടർ സർവീസ്, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ അയച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം കുറേ കൂടി ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ബ്രേക്ക് ലൈനർ റീസെറ്റ് ആക്കാം. ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തതിൻ്റെ ബെയറിംഗ് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തെന്നുള്ളൂ. പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയർ നിസ്സാരം കൂടിയാണ് ഓടാനുള്ളൂ കേട്ടോ. അപ്പോൾ അത് മാറ്റിയിടുന്ന സമയത്ത് ഈ മോഡലിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ സാപ്പർ മോഡൽ യൂസ് ചെയ്യണമായിരിക്കും നല്ലത്. MRF തന്നെ സാപ്പർ, MRF സിയറ്റ് അപ്പോളോ ഏതെടുത്താലും സാപ്പർ പാറ്റേൺ യൂസ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയുന്ന കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ അത് ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ ക്ലച്ച് സൈഡും കൂടി നമ്മൾ അയച്ചിട്ടുണ്ട്. ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചാണ്. ക്ലച്ചിനകത്ത് വേറെ പറയത്തൊക്കെ കാര്യമായിട്ടുള്ള അഴുക്കോ പൊടിയോ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളതിൻ്റെ ഓരോ പാർട്ട് നമ്മൾ ഓരോന്നായിട്ട് ചെക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവർ, റോളർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബീസെറ്റ് സ്ലൈഡൊക്കെ ഓക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഡ്രൈവ് ബെൽറ്റാണത്, കമ്പനി ബെൽറ്റാണ് കിടക്കുന്നത്. പുതിയ ബെൽറ്റാണ്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. ക്ലച്ച് യൂണിറ്റ് ആയാലും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. എന്നാൽ പോലും നമ്മൾ ഗ്രീസിംഗ് ഒക്കെ നടത്തി റീസെറ്റ് ആക്കുന്നുണ്ട്. കിക്കർ വീലും നമ്മളൊന്ന് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. പിന്നെ നിലവിൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് അങ്ങനെ പറയത്തക്ക ലീക്കേജ് ഒന്നുമില്ല. അപ്പോൾ നിലവിൽ സർവീസുമായി ബന്ധപ്പെട്ട് ക്ലച്ച് സൈഡിനകത്ത് വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തേറ്റാൽ മതി. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനും ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയക്കണം. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ഒരു ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് മാറ്റിയിടേണ്ടതായിട്ട് വരും കേട്ടോ. കാരണം അത് ഓൾറെഡി ഔട്ടർ വലിഞ്ഞ് ലോഡായി നിൽക്കുന്ന സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ബ്രേക്ക് ക്യാമ കഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം ബ്രേക്കിൻ്റെ ഈ ഒരു കേബിൾ നമുക്ക് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഓടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഫ്രണ്ട് ബ്രേക്ക് ലോഡായിട്ട് നിൽക്കും. ഫ്രണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, മാറ്റിയിടണമെന്നാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ടയർ ഓൾറെഡി ഫുള്ള് തീർന്ന് നൂലൊക്കെ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അത് ഓടിക്കുമ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ള പാളിച്ചയൊക്കെ ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ ടയർ മാറ്റേണ്ട ടൈം പണ്ടേ കഴിയാനാണ്. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ ടയറും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി നമുക്കിതിൽ ഇരിക്കുന്നത് 2023 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് നോക്കി 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ 8.80 ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നിലവിൽ വോൾട്ട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ പ്രോബ്ലം ഒന്നുമില്ല. മാക്സിമം യൂസ് ചെയ്യാം. എന്തെങ്കിലും സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് കംപ്ലയിൻറ്റ് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലമൊക്കെ കാണിച്ചിട്ട് അത് മാറ്റുന്നതിനെ പറ്റി ചിന്തിച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് കിടക്കുന്നത് പുതിയ പ്ലഗ്ഗാണ്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞത്, പക്ഷേ ഒരല്പം ലെവൽ കുറവ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3000 കിലോമീറ്ററൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇതിനകത്തേക്ക് പുതിയ ഓയിൽ ഒഴിക്കണേലും നല്ലത് നമുക്ക് മാറ്റി പുതിയത് റീസെറ്റ് ചെയ്യണമായിരിക്കും, റീഫില്ല് ചെയ്യണമായിരിക്കും കേട്ടോ. അപ്പോൾ എസ്റ്റിമേറ്റിൽ ഓയിൽ ചേഞ്ചിൻ്റെ കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. നമുക്ക് കിലോമീറ്റർ ബേസ് വെച്ച് നോക്കുമ്പോൾ അത്രയും ആയിട്ടില്ല. 3000 കിലോമീറ്റർ ഓടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് ചെയ്താൽ മതി. കളർ നോക്കിയിട്ട് 100% നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഏറെക്കുറെ നോക്കുമ്പോൾ ഇതാണ് എൻ്റെ കളറിൻ്റെ അവസ്ഥ. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിനകത്ത് മാറ്റുന്ന രീതിയിലുടനെ അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഓക്കെ.